ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? അതിനായി ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 2 കപ്പ് ഓട്സാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് സ്ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് റോസ്റ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ചെറിയൊരു കളർ ചേഞ്ചും ഉണ്ടാകും. അതേപോലെ നല്ല ഒരു സ്മെല്ലും വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇത് ഞാൻ സോക്ക് ചെയ്ത് വെച്ച ഗ്രീൻ പീസാണ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഗ്രീൻ പീസിൻ്റെ അളവ് എടുക്കാം. ഞാൻ രാത്രി സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇതിപ്പോൾ രാവിലെയാണ് തയ്യാറാക്കുന്നത്. ഗ്രീൻ പീസ് വേവിക്കാനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ വിസിൽ വന്നിട്ടുണ്ട്. ഇതിനി മാറ്റി വെക്കാം. അടുത്തതായി ഈ വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടാതെ ചിരകി വെച്ച തേങ്ങ, കറി ലീവ്സ്, സോക്ക് ചെയ്ത് വെച്ച സോയ ചങ്ക്സാണിത്. ഇത് 1 കപ്പ്. പിന്നെ കട്ട് ചെയ്ത വെജിറ്റബിൾസ്, ബീൻസ് ഉണ്ട്, 1 സവാളയുണ്ട്, 1 കഷ്ണം ഇഞ്ചി, 2 ക്യാരറ്റ്, 2 പച്ചമുളക്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായി കുക്കർ വിസിൽ വന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചതാണ്. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഗ്രീൻ പീസ് അധികം ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ഉപ്മാവിന് അത്ര നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതാണ് ഇതിൻ്റെ പരുവം. ഇതിപ്പോൾ ഞാൻ ഈ കുക്കറിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് കുക്കറിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. കടുക് ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ ഉഴുന്ന് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉഴുന്ന് ഒന്ന് കളറ് മാറി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയത്തൊക്കെ നമ്മുടെ ഫ്ലെയിം സ്ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കണം. ഇതിലേക്ക് 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാളയും ഇഞ്ചിയും പച്ചമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വേഗം ഒന്ന് വാടിക്കിട്ടാനായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ബാക്കി വെജിറ്റബിൾസ് കൂടി ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും ബീൻസുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ച സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. അതേപോലെ വേവിപ്പിച്ച് വെച്ച ഗ്രീൻ പീസും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് സോയ ചങ്ക്സ് ചേർത്തത് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടത് ആയതുകൊണ്ടാണ്. നിങ്ങൾക്കിത് വേണ്ടെങ്കിൽ ഇത് ഒഴിവാക്കി കളയാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിന് എരിവിനായി മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇതിലേക്ക് പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് ഞാനൊന്ന് വേവിപ്പിച്ച് എടുത്തിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ കൂടെ സ്കിപ്പായി പോയതാണ്. അതുകൊണ്ട് ഇതിപ്പോൾ ഒന്ന് വെന്തിട്ടുണ്ട്. ഇതിന് എരിവ് കുറച്ച് കുറവാണ്. അതുകൊണ്ട് ഞാനിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതിപ്പം
ഒരു 1/4 വേവ് മാത്രമാണ് ഈ വെജിറ്റബിൾസിന് വേണ്ടത്. കൂടുതലായിട്ട് വെന്ത് കിട്ടേണ്ട ആവശ്യമില്ല. ഒന്ന് നമുക്ക് ഈ ഉപ്മാവ് കഴിക്കുന്ന സമയത്ത് ഒന്ന് കടിക്കാനായിട്ട് വെജിറ്റബിൾസ് കിട്ടണം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിരകി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർക്കുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച ഓട്സ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വെള്ളത്തിൽ തന്നെയാണ് ഇതിപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ വെന്ത് നന്നായിട്ട് സെറ്റായതുകൊണ്ട് ഇതിൽ മാത്രമേ ഈ ഓട്സ് ഇട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം ഇതിൽ സെപ്പറേറ്റായിട്ട് വെള്ളം ചേർത്ത് വേവിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓട്സ് നന്നായിട്ട് വറുത്തത് കൊണ്ട് തന്നെ അത് നല്ല കറക്റ്റ് പോർഷനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഈ വെജിറ്റബിൾസിൻ്റെ വെള്ളത്തിലൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഇതങ്ങനെ കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. നല്ല കറക്റ്റ് ഫോമായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഓട്സ് ഉപ്മാവാണിത്. വെയിറ്റ് ലോസൊക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും ഈ ഉപ്മാവ്. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.